കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഗുരുവായൂരപ്പനെ കാണാൻ പോകണ്ടേ? എല്ലാവരും വരൂ കേട്ടോ. ഇന്ന് ഏത് വേഷത്തിലാണ്, ഏത് ഭാവത്തിലാണ് ഭക്തരെ കാണാനിരിക്കുന്നത്? ആ ചതുർബാഹുവായ ആ ദേവകൾ പൂജിക്കുന്ന ആ നാരായണ വിഗ്രഹത്തിൽ ഏത് രൂപത്തിലാണ് ഭഗവാൻ നമ്മളെ കാണാനായിട്ടിരിക്കുന്നത് എന്നറിയാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും കാത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വേഗം തന്നെ പോവുക. അങ്ങനെ വരുമ്പോൾ ആദ്യം തന്നെ ആ ഗണപതി ക്ഷേത്രത്തിലൊന്ന് പോയിട്ട് അവിടെ പോയി മുട്ടക്കറുത്ത് എല്ലാ കെട്ടുമുട്ടുകളൊക്കെ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുക. നല്ല ദർശനം തരാനൊക്കെ ആയിട്ട് അങ്ങോട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ അങ്ങനെ പോവുക. അങ്ങനെ പോന്ന് നമ്മൾ ആ ഗോപുരവാതിൽ അങ്ങനെ കഴിഞ്ഞ് അങ്ങോട്ട് പോരുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ ശനിയാഴ്ചയാണ്. ഇനി വേറെ ഒന്ന് ആദ്യം പറയുക, എന്താ വെച്ചാൽ നാളെ ഏകദേശം 200ൻ്റെ മുകളിൽ കല്യാണങ്ങളുണ്ട് കേട്ടോ. മാംഗല്യം ഇഷ്ടം പോലെയാണ് എന്നർത്ഥം. അപ്പോൾ നാളെ വരുന്ന ആളുകളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോളുക. തെക്കേ നടയിലാണ് കല്യാണ പാർട്ടിക്കാരുടെ ഊഴം. അതായത് പട്ടർക്കുളത്തിനടുത്താണ് കൗണ്ടറൊക്കെ. 24 പേർക്കാണ് ഒരു ഗ്രൂപ്പിൻ്റെ ഒപ്പം ചെല്ലാൻ പറ്റുക. നമുക്ക് തൊഴാനുള്ള ഒക്കെ വരി വടക്കേ നടയിലാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിച്ചോളൂ. നാളെ അധികം തിരക്കാണ്. 200 കല്യാണം രജിസ്റ്റർ കഴിഞ്ഞു. അതായത് അവിടെ കണക്ക് പ്രകാരം 200 കഴിഞ്ഞു. ഇനി അപ്പപ്പോൾ വരുന്നത് വേറെ ഉണ്ടാവും. അപ്പോൾ ഒരു 210 220 ഒക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. അപ്പോൾ എല്ലാവരും അതിനനുസരിച്ച് നാളത്തെ ഗുരുവായൂർ ദർശനം പ്ലാൻ ചെയ്തോളൂ. അപ്പോൾ എല്ലാവരും അത് ഒന്ന് കാര്യമായിട്ട് മനസ്സിൽ വയ്ക്കുക. കാരണം ഇവിടെ വന്നിട്ട് തിരക്കാണ്. ആ തിരക്കിൻ്റെ ഇടയിൽ കൂടെ വീണ്ടും തിരക്കാണ്. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഗുരുവായൂരപ്പനെ കാണാനായിട്ട് വരാം. അങ്ങനെ ആ ഗോപുരവാതിൽ കഴിഞ്ഞു. ഗോപുര നടയിൽ കൂടെ നമ്മളിങ്ങനെ വാതിൽപ്പടിയുടെ അവിടെ എത്തി. വാതിൽപ്പടിയുടെ അവിടെ എത്തിയിട്ട് നമ്മളിങ്ങനെ നോക്കുകയാണ് ശ്രീലകത്തേക്ക്. നമ്മുടെ ആ ഗുരുവായൂരപ്പൻ എവിടെയാണ്? ഗുരുവായൂരപ്പൻ ആ ശ്രീലകത്ത് ഉണ്ടോ, എന്താ കാട്ടണേ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ വരുന്നതേ. ഒരു നോക്ക് കാണുക എന്നുള്ള ഒറ്റ ലക്ഷ്യമാണ്. ഇപ്പോൾ പലരും പറയുന്നുണ്ട് എങ്ങനെ എനിക്ക് ഇത്രയും വിവരിച്ച് തരാൻ കഴിയണമെന്നൊക്കെ. പക്ഷെ ഞാൻ അവിടെ തന്നെ ആവുകൊണ്ട് എനിക്ക് കഴിയുന്നതാണ്, അല്ലെങ്കിൽ കഴിയില്ല. കാരണം എന്താ വെച്ചാൽ ഒരു മിന്നായം പോലെ കാണാൻ പറ്റുന്നുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ സത്യം തന്നെ. കാരണം അവിടെ നിൽക്കാൻ സമ്മതിക്കില്ല. അത്രയും തിരക്കല്ലേ, അത്രയും ജനങ്ങൾ വന്നുകൊണ്ട്, ഭക്തരിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണല്ലോ. ലക്ഷക്കണക്കിന് ആളുകളാണ് നിത്യേന വന്ന് പോകണമെന്ന് പറഞ്ഞാൽ അതിശയോക്തിയൊന്നുമില്ല. അത്രയും ആളുകൾ വരുന്നുണ്ട്. നമുക്ക് അത് ചില ദിവസം ഇപ്പോൾ ചൊവ്വാഴ്ചയാണ് കുറച്ച് കുറവ്. അതിപ്പോൾ ഈ സീസൺ ആവുകൊണ്ട്, സീസൺ അല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ അത്. അല്ലെങ്കിൽ ആ ചൊവ്വാഴ്ചയും തിരക്ക് തന്നെ. അങ്ങനെ നമ്മൾ വരുമ്പോൾ ആ ഇടത്ത് ഭാഗത്തേക്ക് ഒന്ന് നോക്കിയിട്ട് ആ മേൽപ്പത്തൂരിനെ ഒന്ന് സ്മരിക്കുക. അതേപോലെ വലത്തെ ഭാഗത്ത് നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത തൂണൊന്ന് തൊട്ട് തലോടാം. അങ്ങനെ നമ്മൾ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മളെ കണ്ണിൽ കാണുന്നത് വലിയൊരു താമരയാണ്. വലിയ താമര ഇങ്ങനെ കാണുന്നു. പിന്നെ ഇങ്ങനെ നോക്കി വരുമ്പോൾ കാൽത്തളകളൊക്കെ കാണുന്നു. ചമ്രം മടിഞ്ഞിരിക്കുക കേട്ടോ. താമരയിൽ ചമ്രം മടിഞ്ഞിരിക്കുകയാണ് നമ്മളെ പൊന്നുണ്ണിക്കണ്ണൻ. അങ്ങനെ നോക്കി ആ അരമണിയൊക്കെ ഇങ്ങനെ കാണാനുണ്ട്. ചെറിയൊരു കുമ്പയൊക്കെ ഉണ്ട്. ആ കുമ്പയുടെ മുകളിൽ ഇങ്ങനെ ഞാന്ന് കിടക്കുകയാണ് ആ മാല. അങ്ങനെ ഇടത്തെ അരയിലേക്ക് തന്നെ നോക്കുമ്പോൾ കാണാം ഒരു സന്തത സഹചാരിയായ ഓടക്കുഴൽ തിരികെ വെച്ചെണ്ണ. എന്താ ഇപ്പോൾ തിരികെ വെച്ചെണ്ണാണാവോ. അപ്പോൾ അടുത്ത കയ്യിലേക്ക് ഇങ്ങനെ നോക്കുമ്പോഴോ ഇടത്തെ കയ്യിൽ വെണ്ണക്കുട കേട്ടോ. കക്ഷത്തിൻ്റെ അവിടെ കാലിൻ്റെ മുട്ടിൻ്റെ മുകളിൽ ഇങ്ങനെ കയറ്റി വെച്ചെണ്ണ. ആ വെണ്ണക്കുടം നിറച്ച് വെണ്ണ കേട്ടോ. അങ്ങനെ വലത്തെ കയ്യിലേക്ക് നോക്കിയാലോ അവിടെ ആ വെണ്ണ വാരി കഴിക്കാനുള്ള ഉദ്ദേശത്തിലാണ്. നിറയെ ആ കയ്യുമ്മിലൊക്കെ അതാക്കിയെണ്ണു. ആരൊക്കെ അത് കൊടുക്കാൻ ഉദ്ദേശിക്കണമെന്നൊന്നും ഒരു പിടിയില്ല. എല്ലാവരും വന്ന് വാങ്ങിക്കോളൂ എന്നുള്ള മാതിരിയാണ്. അവനോ കഴിക്കണമുണ്ട്, എല്ലാവർക്കും കൊടുക്കാം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. യശോദാമ്മ അങ്ങോട്ട് പോയ സമയം കൊണ്ട് എടുത്ത് ഉള്ള ഭാര്യ ആ വെപ്രാളാണ് കാണുന്നതെന്നാണ് തോന്നുന്നത്. എന്തായാലും നല്ല രസമായിട്ടാണ് ശ്രീലകത്ത് ഇന്നത്തെ ചാർത്ത്, ആ കളഭച്ചാർത്തേ. നമ്മളെ ഭക്തരൊക്കെ വിശന്നിട്ടാണോ വരുന്നത്? കഴിച്ചോളൂ, വയറ് നിറച്ച് കഴിച്ചോളൂ, വെണ്ണ ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട്
ആ കയ്യിലിങ്ങനെ വെണ്ണ എടുത്ത് തരികയാണ്. കഴിക്കണമുണ്ട്, നമുക്ക് തരും ചെയ്യും. നമ്മൾ ചോദിക്കേണ്ട താമസമേ ഉള്ളൂ, തന്നോളും. അത്രയ്ക്കും ആ ഒരു നല്ല ഭാവത്തിലാണ്, വളരെ പുഞ്ചിരിച്ച മുഖത്തിലൂടെയാണ്. എന്താ വെച്ചാൽ ആ വെണ്ണ കിട്ടിയ സന്തോഷമാണ്. അപ്പോൾ പിന്നെ വർത്താനമില്ലല്ലോ, എന്താ ഇനി വേണ്ടിച്ചാൽ അങ്ങോട്ട് ആദ്യം കഴിച്ചോളുക എന്ന് പറയില്ലേ, അതേമാതിരിയാണ് ഇപ്പോൾ അവിടെ കാണുന്നത് കേട്ടോ. ആ കൈവളകൾ കാണാണ്ട്, തോൾവളകൾ കാണാണ്ട്, അങ്ങനെ നോക്കുമ്പോൾ ആ പീലി തിരുമുടിയൊക്കെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. കളവും കൊണ്ട് ഇങ്ങനെ പീലിയൊക്കെ എന്താ രസം. അങ്ങനെ തിരുമുടിമാലകൾ കാണാണ്ട്, 2 തിരുമുടിമാലകളാണ്. തെച്ചിപ്പൂവും തുളസിയായിട്ടുള്ള 2 തിരുമുടിമാലകൾ കാണാണ്ട്. അതുപോലെ ഉണ്ടമാലകൾ 2 ഉണ്ട്. വലിയ തടിച്ച ഉണ്ടമാലകളാണ്. തെച്ചിയും തുളസിയായിട്ടുള്ള ഒരു ഉണ്ടമാലയും, വെളുത്ത പൂവും തുളസിയും തെച്ചിയായിട്ടുള്ള ഒരു ഉണ്ടമാലയും. അങ്ങനെ 2 ഉണ്ടമാലകൾ കാണാണ്ട്. അതേമാതിരി ആ മുഖത്തെ നെറ്റിയിലതാ ഒരു സ്വർണ്ണ ഗോപി ഇങ്ങനെ കാണുന്നു. ആ കഴുത്തിൽ ആ വളയം പോലത്തെ മാല ഉണ്ട്, ഒരു മാങ്ങാമാലയുണ്ട്. അങ്ങനെ 2 മാലകൾ കാണാണ്ട്, 2 ഉണ്ടമാലകളുണ്ട്. പീലി ഇങ്ങനെ നന്നായിട്ട് കാണാണ്ട്, തിരുമുടിമാല കാണാണ്ട്. ആ വിഗ്രഹം നിറച്ച് പൂക്കളാണ്. 2 മാലയൊക്കെ ഇങ്ങോട്ട് വന്ന വലിയ തണ്ടിച്ച മാലയാകൊണ്ടേ നല്ല വലുപ്പത്തിലാണ് കാണുന്നത്. ഒരുവിധ ആൾക്കാർക്കൊക്കെ, ഭക്തർക്കൊക്കെ ശരിക്കും കാണാൻ പറ്റുന്ന തരത്തിലാണ് അന്നത്തെ ചാർത്ത് കേട്ടോ. താമര ഇങ്ങനെ കാണുന്നു, ഇതളുകൾ ഇങ്ങനെ കാണുന്നു. 1000 ഇതളുള്ള താമരയാണെന്ന് തോന്നുന്നു. അത്രയ്ക്കും നല്ല രസമായിട്ടാണ് കാണുന്നത്. എന്തായാലും നല്ല രസമായിട്ട് കാണാനുണ്ട്. അപ്പോൾ എല്ലാവരും തൊഴുതോളൂ കേട്ടോ, ഗുരുവായൂരപ്പനെ കണ്ട് തൊഴുതോളൂ. നമ്മൾ ആ വെണ്ണക്കണ്ണനെ മനസ്സ് നിറഞ്ഞ് കണ്ട് തൊഴുതോളൂ. ഇപ്പോൾ നമ്മൾ ആ ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തിൻ്റെ മുൻപിൽ ആ സോപാനപ്പടിയിലാണ് നമ്മൾ നിൽക്കുന്നത് എന്ന് മനസ്സിലങ്ങോട്ട് സങ്കല്പിക്കുക. അങ്ങനെ അവിടെ തൊഴുതു. ഇനി നമ്മൾ സോപാനപ്പടിയിൽ നിന്ന് താഴേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ ഇറങ്ങുമ്പോൾ ആ തിടപ്പള്ളിയിലേക്കൊന്ന് നോക്കിയിട്ട് തൊഴാം. അവിടെ ആ നേദ്യം തയ്യാറാക്കുന്നതും ഗണപതി ഹോമമൊക്കെ നടത്തുന്നതാണ്. അപ്പോൾ അതിന് പ്രാധാന്യമുണ്ട്. അപ്പോൾ അവിടെ തൊഴുത് നേരെ അഗ്നികോണിൽ ആ ബലി തൂവുന്ന സ്ഥലത്തൊക്കെ ഒന്ന് നോക്കി ആ സപ്തമാതാക്കളെയൊക്കെ ഒന്ന് നമസ്കരിച്ച് അങ്ങനെ വരുമ്പോൾ ആ വിഘ്നേശ്വരൻ്റെ അവിടെ എത്തി. വിഘ്നേശ്വരൻ്റെ അവിടെ വന്നിട്ട് ആ കണ്ട് തൊഴുക. അങ്ങനെ നോക്കുമ്പോൾ ആ മാലകളൊക്കെ ഇങ്ങനെ ചാർത്തിയിട്ട് നിറയെ അലങ്കാരമായിട്ടാണ് ഉള്ളത്. ധാരാളം പൊട്ടൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ആ കിരീടം പോലത്തെ അതൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല രസമായിട്ടുണ്ട്. കളഭം കൊണ്ടുള്ള, ചന്ദനം കൊണ്ടുള്ള ആ മുഖം ഒക്കെ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. അതിനപ്പുറം ആ തുമ്പിക്കൈയൊക്കെ ഇങ്ങനെ ഉണ്ട്. എന്താ പറയുക, അലങ്കരിച്ച ഇതില്ലേ, നെറ്റിപ്പട്ടൊക്കെ ചാർത്തിയിട്ടാണ് ഇരിക്കുന്നത് എന്ന്. പിന്നെ ആ കദളിപ്പഴം വെച്ചിട്ടുണ്ട് അവിടെ. എന്തായാലും അദ്ദേഹത്തിനും വിശന്ന വേഗം എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നല്ല പഴുത്ത കദളിപ്പഴമാണ്. നന്നായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ്. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അങ്ങനെ അവിടെ തൊട്ട് തിരിഞ്ഞാൽ സരസ്വതി ദേവിയുടെ ഫോട്ടോ കാണാം. അവിടെയും വെളുത്ത മാലയുണ്ട്, തുളസിമാലയുണ്ട്. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ വരുമ്പോൾ ധാരാളം വിഗ്രഹങ്ങൾ ഇങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ട്. അത് നോക്കി ഇങ്ങനെ വരുമ്പോൾ ആ ഗണേശൻ്റെ ചെറിയ വിഗ്രഹം കാണാം. അതൊന്ന് തൊട്ട് തലോടിയിട്ട് മാലയൊക്കെ തുളസിമാല ചാർത്തിയിട്ടുണ്ട്. അതേപോലെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള വിഗ്രഹങ്ങൾ കാണാം. അങ്ങനെ മേൽശാന്തി ഇരിക്കുന്ന സ്ഥലത്തുനിന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. അത് കഴിഞ്ഞാൽ അനന്തപത്മനാഭസ്വാമീനെ കണ്ട് തൊഴാം. അവിടെ അത് ആ ലക്ഷ്മി വിളക്കിൽ നിറയെ നെയ്യൊക്കെ ഒഴിച്ച് നല്ല പ്രകാശം, നിറയെ മാലകൾ ഇങ്ങനെ വിധാനമായിട്ട് ചാർത്തിയിട്ടുമുണ്ട്. അപ്പോൾ അവിടെ തൊഴുത് ശ്രീകോവിലിൻ്റെ പുറകുവശത്തായിട്ട് സാഷ്ടാംഗം നമസ്കരിക്കുക, പ്രാർത്ഥിക്കുക. അങ്ങനെ അത് കഴിഞ്ഞ് നേരെ വീണ്ടും രാമനും ഭാർഗവരാമനും ബലരാമനും ശ്രീരാമചന്ദ്രനെയൊക്കെ കണ്ടിങ്ങനെ ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കണ്ടിങ്ങനെ വരിക. അങ്ങനെ വന്ന് കണ്ണൻ്റെ അടുത്ത് വീണ്ടും വരുമ്പോൾ അവിടെയുണ്ട് തുളസിമാലയൊക്കെ ചാർത്തിയിട്ടുണ്ട്. മുരുകൻ്റെ അടുത്ത് വന്നു, കണ്ടു തൊഴുതു. ഹനുമാൻ സ്വാമിയുടെ അടുത്ത് നിന്നൊരു നാരങ്ങമാല കാണാണ്ട്, ഒരു വെറ്റിലമാലയുണ്ട്.
അപ്പോൾ അവിടെ ഹനുമാൻ സ്വാമീനെ കണ്ട് തൊഴുതു, രാധാകൃഷ്ണ പ്രതിമയൊക്കെ കണ്ടു, അതൊക്കെ തൊഴുതു. ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ നമ്മൾ ആ ഗ്രില്ലിനപ്പുറത്തേക്ക് കിടന്ന് താമരക്കണ്ണനെ, കൽപ്പകവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ടു തൊഴുകയാണ്. ഇപ്പോൾ എന്താ വെച്ചാൽ ബാക്കിയുള്ള ചിത്രപ്പണികളൊക്കെ, മോറൽ പെയിൻറ്റിങ്ങുകളൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുക. അപ്പം അത് കാരണം നിത്യവും അത് കഴിയുന്നവരെ 1:30-ക്ക് അടയ്ക്കും. 1:30 എന്ന് പറഞ്ഞാൽ 1:45 ആവും ചിലപ്പോൾ. അതിൻ്റെ പെയിൻറ്റിങ്ങൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ വളരെ മനോഹരമാവും. ഇനിയിപ്പോൾ താമരക്കണ്ണനൊക്കെ അവിടുന്ന് മാറ്റം വരുമോ എന്നൊരു സംശയം പറയണ കേൾക്കാണ്ട്. എന്താണെന്നറിയില്ല, കണ്ടറിയാം. അപ്പോൾ അവിടെ കണ്ട് തൊഴുതു, മണിക്കിണർ കണ്ട് തൊഴുതു. കണ്ണൻ നൃത്തം ചെയ്യുന്ന നൃത്താറയിലേക്ക് നോക്കി, അവിടെ കെടാവിളക്ക് ഇങ്ങനെ ഉണ്ട്. അപ്പോൾ അവിടെ കണ്ട് തൊഴുതു. കുറവരമ്മേനെയും ഒക്കെ കണ്ട് തൊഴുത് നമ്മൾ വടക്കേ നടയിലൂടെ പുറത്ത് നടങ്ങി പ്രസാദ കൗണ്ടറിൽ നിന്ന് ചന്ദനവും അതേപോലെ തീർത്ഥമൊക്കെ വാങ്ങിയിട്ട് ആ ഭഗവതിയുടെ അടുത്തേക്ക് എടത്തരികത്തുകാവിലെ ഭഗവതിയെ കണ്ട് തൊഴാം. ഭഗവതിയുടെ അടുത്ത് വന്നാലോ നന്നായിട്ടുള്ള അലങ്കാരമാണ്. കണ്ണൊക്കെ എഴുതി നല്ല പൊട്ട് തൊട്ട്, വലിയ പൊട്ടൊക്കെ തൊട്ട് അങ്ങനെ ഇരിക്കണു ഭഗവതി. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ അവിടെ അമ്മയെ കണ്ട് തൊഴുതു. ഇനി കുറച്ചിങ്ങോട്ട് പോന്നിട്ട് ആ കോർണറിൽ വന്ന് മമ്മിയൂരപ്പനെ കണ്ട് തൊഴാം. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക, പ്രാർത്ഥിക്കുക. അങ്ങനെ വരുമ്പോൾ ആ കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് വീണ്ടും നമ്മുടെ ആ താമരയിലിരിക്കുന്ന പൊന്നുണ്ണിക്കണ്ണനെ കണ്ട് തൊഴാം, വെണ്ണക്കണ്ണനെ. എന്നിട്ട് അവിടെ നിന്ന് കൊടിമരത്തിൻ്റെ അവിടെ നമസ്കരിക്കാം. അങ്ങനെ കൂത്തമ്പലത്തിൻ്റെ അവിടെ വന്ന് അവിടെ ഒന്ന് തൊഴുക. വീണ്ടും ആ അയ്യപ്പസ്വാമിയുടെ അവിടെ എത്തിയിട്ട് അയ്യപ്പസ്വാമിയെ കണ്ട് തൊഴാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ അയ്യപ്പസ്വാമീനെ ഒന്ന് വലം വെച്ച് പടിഞ്ഞാറ നടയിലേക്ക് എത്തി. പടിഞ്ഞാറ നടയിൽ നിന്ന് ആ ദീപസ്തംഭത്തിലെ വേണുഗോപാല സ്വരൂപവും അതേമാതിരി കൊടിമരം കണ്ടു തൊഴണമെന്നാണ് എപ്പോഴും പറയുക. അതുകൊണ്ട് തന്നെയാണ് പറയുന്നതും. അമ്പലദർശനം കഴിഞ്ഞിട്ട് വരുമ്പോഴും ആദ്യവും പറ്റുകയാണെങ്കിൽ കൊടിമരം കണ്ട് തൊഴണമെന്നാണ്. ആ കൊടിമരത്തിലെ വേണുഗോപാലിനെയും കണ്ട് തൊഴുത്. അപ്പോൾ എന്നും നമ്മൾ ആ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരും ഒക്കെ ഒപ്പം വന്ന് തൊഴുതു കേട്ടോ. എല്ലാവരും എൻ്റെ കൂടെ വന്ന് തൊഴുതു. അങ്ങനെ മനസ്സിലേക്ക് അങ്ങോട്ട് വിചാരിക്കുക, പ്രാർത്ഥിക്കുക. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.